ഒരിക്കലും പുറത്തു വരില്ല എന്ന് കരുതിയ മുഖ്യമന്ത്രിയുടെയും പോലീസിന്റെയും എല്ലാ ഗൂഢനീക്കങ്ങളും ഇതാ ഓരോന്നോരോന്നായി പുറത്തു വരികയാണ്. കൈക്കരുത്തുകൊണ്ട് പോലീസുകാർ അവരുടെ ജനമൈത്രി ബോർഡ് വെച്ച പോലീസ് സ്റ്റേഷനുകളിൽ കാണിച്ചു കൂട്ടുന്ന നരനായാട്ടിന്റെ എല്ലാ തെളിവുകളും 30 ദിവസത്തിനുള്ളിൽ നീക്കം ചെയ്യാമെന്ന ഒരു ധാരണ ഈ പോലീസ് പടയ്ക്കുണ്ടായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ സാധാരണക്കാരന് പോലും കാര്യങ്ങളുടെ ഗതി അറിയാവുന്നത് കൊണ്ട് തന്നെ അതിനു മുൻപേ തന്നെ കോടതി കയറി മുഖ്യന്റെ പോലീസിനെ പൂട്ടുകയാണ്. അപ്രതീക്ഷിതമായി ഗർഭിണിയായ ഒരു വീട്ടമ്മ നടത്തിയ നീക്കത്തിൽ ആടിയുലഞ്ഞ ആഭ്യന്തര വകുപ്പിനോട് മുഖ്യമന്ത്രി പിണറായി വിജയനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ് വി.ഡി. സതീശൻ. ഇതാണോ നിങ്ങളുടെ സ്ത്രീ സുരക്ഷ? ഇതാണോ നിങ്ങളുടെ ജനമൈത്രി പോലീസ് എന്നതായിരുന്നു അത്. എന്നാൽ ഇവിടെ ഒരു ഗർഭിണിയുടെ മുഖത്താണ് അടിച്ചത് എന്ന് മാത്രവുമല്ല, അതിനു പിന്നാലെ ഈ മുഖത്തടിയെ ന്യായീകരിക്കാൻ പോലീസ് ഇട്ട FIR ഉണ്ട്. അതാണ് ഈ കേസിലെ ഏറ്റവും ഗുരുതരമായ ഒന്ന്. തന്റെ മക്കളുമായി തന്റെ ഭർത്താവിനെ രക്ഷിക്കാൻ വന്ന വീട്ടമ്മ പോലീസ് സ്റ്റേഷൻ അടിച്ചു തകർക്കാൻ നോക്കി. കുഞ്ഞുങ്ങളുമായി വന്ന് പോലീസ് സ്റ്റേഷനിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു തുടങ്ങി. ഇനി എഴുതാൻ ചേർക്കാൻ വകുപ്പുകളില്ല. ഇവിടെ പോലീസ് സ്റ്റേഷനിൽ നേരിട്ട ദുരിതം പറഞ്ഞിട്ടും മനസ്സിലാകാത്തവരോട് ഷൈമോൾ അന്നേ പറയുമായിരുന്നു, സത്യം ആ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. പിന്നീട് അതിനായി നീക്കം തുടങ്ങിയപ്പോൾ കള്ളക്കേസുകൾ കെട്ടിച്ചമയ്ക്കുന്ന തിരക്കിലായിരുന്നു പോലീസ്. ഭർത്താവിനെ ബലമായി മോചിപ്പിക്കുന്നതിനായി സ്റ്റേഷൻ ആക്രമിച്ചു, CIയെ മാന്തി, കുഞ്ഞുങ്ങളുമായി എത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു തുടങ്ങി ഒട്ടേറെ കുറ്റങ്ങൾ ചുമത്തി. പൊതുസ്ഥലത്ത് പോലീസ് മർദ്ദനം ഫോണിൽ പകർത്തിയ ഷൈമോളുടെ ഭർത്താവിനെ 5 ദിവസം കള്ളക്കേസിൽ കുടുക്കി ജയിലിലിട്ടു. സ്റ്റേഷനിലെ ബഹളത്തിൽ ഭയചകിതരായ കുഞ്ഞുങ്ങൾ ദിവസങ്ങളോളം ഉറങ്ങിയില്ല. തുടർന്നാണ് നിയമത്തിന്റെ വഴിയിലൂടെ നീതി തേടി ഷൈമോൾ ഇറങ്ങിയത്. കോടതിയിൽ അഡ്വക്കേറ്റ് മുഖേന പരാതി നൽകി. ജഡ്ജിക്ക് മുൻപാകെ മൊഴി നൽകി. 1 വർഷത്തോളം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഷൈമോൾക്ക് CCTV ദൃശ്യങ്ങൾ ലഭ്യമായത്. ഷൈമോൾ പറഞ്ഞതുപോലെ 2024 ജൂൺ 20 സത്യം CCTVയിൽ പതിഞ്ഞ വീഡിയോ വഴി പുറത്തു വന്നിരിക്കുകയാണ്. ലഭിച്ച CCTV ദൃശ്യങ്ങൾ ഉപയോഗിച്ച് നിയമ നടപടികൾ തുടരാനും ആക്രമിച്ച ഉദ്യോഗസ്ഥന് തക്ക ശിക്ഷ വാങ്ങി നൽകാനുമുള്ള പോരാട്ടത്തിലാണ് ദമ്പതികൾ ഇപ്പോൾ. ഇവിടെയാണ് വി.ഡി. സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് മുഖ്യന്റെ ഉള്ളുലയ്ക്കുന്ന പ്രതികരണവുമായി രംഗത്ത് വന്നത്. അവിടെ അദ്ദേഹം ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നുണ്ട്. തൃശൂരിലെ സുജിത്തിനെ പോലീസ് ആക്രമിച്ചില്ലാതാക്കാൻ നോക്കിയതായിരുന്നു അത്. എന്തായാലും ഇതെല്ലാം കൂട്ടിയും കിഴിച്ചും നോക്കിയാൽ ഈ ഭരണം എത്രയും പെട്ടെന്ന് അവസാനിച്ചിരുന്നെങ്കിൽ എന്നാണ് ജനം പറയുന്നത്.